ഹായ് ഗൈസ്, ഇത് കുറേ ഓവറായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും തോന്നുന്നില്ലേ? എല്ലാവരെ കൊണ്ടും വെറുതെ പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോന്ന് പറയണ പോലെ തോന്നുന്നില്ലേ? ഫഹദ് പറയണതിൽ കാര്യമുണ്ട്, പക്ഷേ ഫഹദിൻ്റെ ഭാഷ ഒന്നും കൂടി നന്നാക്കാനുണ്ട് അല്ലേ? ഫഹദ് കുറച്ചും കൂടി ഒരു മാന്യമായ രീതിയിൽ പറയണം, കാരണം കുട്ടികളും എല്ലാവരും കേൾക്കണൊരു ഇതല്ലേ. അപ്പോൾ അതിനനുസരിച്ച് സംസാരിക്കാൻ പാടുള്ളൂ. പിന്നെ അതൊന്ന് ഫഹദ് ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലടാ, ഇതിപ്പോ എങ്ങനെ അനക്ക് സാധാരണ എങ്ങനെ അറിയോ? ഈ പശുക്കൾക്കൊക്കെ പറഞ്ഞ ചെന പിടിച്ചു കഴിഞ്ഞാല് അവരാ വയറ് വീർക്കണതിനനുസരിച്ച് ഔടും വീർക്കും, ഔട്ടിലേക്ക് പാലിറങ്ങും. ഇതിപ്പോ വയറ് വീർത്തപ്പോ ഔട് പോയല്ലോ, ഇതെന്ത് സംഭവം? അതിന്റെ നീര് മേലത്തെ നീരും താഴത്തേക്ക് ഇറങ്ങിപ്പോയതാ. എടാ പായ 4 മൈസൂർ പോവാനോ അല്ലെങ്കിൽ 4 ചെറുപഴോ തിന്നിട്ട് രാത്രി കിടക്ക്. രാത്രി നല്ലോണം ആസ്വദിച്ച് തൂറിയാ തീരും എന്റെ ഈ പ്രശ്നം. ആ തൂറാത്ത പ്രശ്നം അത് എവിടെങ്കിലും ഒക്കെ കെട്ടിക്കിടക്കണുണ്ടാവും, ബ്ലോക്കായിട്ട് ഗ്യാസ് കുടുങ്ങിയിട്ട് വയറും തള്ളി പിടിച്ചോണ്ട് വരുന്നു. അതിന് പറ്റിയ ഒരു കുഞ്ഞാണ്ടം പിന്നാലെ നാണല്ലടാ നാരികളങ്ങള്. ആണും പെണ്ണും കെട്ടിട്ട് ഇങ്ങനെ ജീവിക്കണേനേക്കാൾ നല്ലത് പോയിക്കൂടെ? എല്ലാത്തര ജന്മങ്ങള്. അതിപ്പോ എന്തായി പെറുവോ? അങ്ങനെ പ്രസവിക്കാൻ സമയമാകുമ്പോ കുണ്ടനളിയാങ്ക പാമോയിൽ മേടിച്ചോ, അതിങ്ങനെ കട്ടായിട്ട് ഒന്ന് തണുപ്പിക്കുക, ഒന്ന് കട്ടാക്കിയിട്ട് ആ 4 സൈഡിലൊന്നും ഇങ്ങനെ വക്കിലൊന്നും തേച്ചു കൊടുത്താലേ നമ്മള് റൊട്ടി ചൂടണ ആ അതിലുണ്ട് മെഷീൻ തൊട്ട് കൊടുക്കണ മാതിരി ഒന്നിട്ട് തൊട്ട് കൊടുത്താൽ സിമ്പിൾ ആയിട്ടുണ്ട് പോകുന്നുള്ളൂ. അല്ലെങ്കിൽ ഒന്ന് ഗ്രീസ് അടിച്ചു കൊടുത്താലും മതി. നല്ല വല്ലാതെ ഇടങ്ങറാക്കണ്ട ചെക്കനെ കേട്ടോ. ചില കണ്ണെന്ന് പൊന്നീച്ചൊക്കെ പറഞ്ഞു നല്ല മുക്കണേ, മറ്റോ ഇല്ലല്ലോ, അതുകൊണ്ട് ബാക്കിൽ കൂടെ തന്നെ വരണല്ലോ. ഇപ്പൊ അത് പോകിയാടെ നായിക്കിറങ്ങി. നാട്ടുകാർക്ക് സമൂഹത്തിൽ എന്ത് നല്ല തങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഒരാണും പരിപാടി എടുത്തിട്ട് കുട്ടികളാവണം ചേറ്റകൾ.